ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല. മതേതര സന്ദേശവുമായി പ്രവാസി വ്യവസായിയുടെ ക്രിസ്മസ് ആഘോഷം. രാജ്യത്ത് പലയിടങ്ങളിലും ക്രിസ്മസ് കരോളിന് നേരെയും പള്ളിക്കകത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ നടക്കുമ്പോൾ പ്രവാസി വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ തത്തപ്പള്ളി മാനടിയിൽ സജീവൻ ഒരുക്കിയ ക്രിസ്മസ് കരോളും പുൽക്കൂടും ആഘോഷങ്ങളും ശ്രദ്ധേയമായി. ഒരു ക്രൈസ്തവ വിശ്വാസി പോലുമല്ലാതെ സജീവന്റെ നേതൃത്വത്തിൽ കരോൾ സംഘടിപ്പിച്ചു. ഈ നാടിനു വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ച് അതിന്റെ പ്രതിഫലനോളം രണ്ടാമതും അദ്ദേഹം നല്ല വിജയ സാധ്യതയോടുകൂടി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. മാനടിയിൽ കുമാരൻ ജാനകി കുമാരൻ ഫൗണ്ടേഷന്റെയും എൻ്റെ എല്ലാ കുടുംബാംഗങ്ങളുടെയും എൻ്റെ എല്ലാ സുഹൃത്തുക്കളുടെയും എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം വരുന്ന 5 വർഷക്കാലം ഞങ്ങൾക്ക് വേണ്ടി നല്ല പ്രവർത്തനം കാഴ്ചവെക്കുവാൻ സർവീസിന് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടായിരിക്കണം ജനങ്ങള് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഇത്രയും ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് നമുക്കറിയാം, ഒരു മെമ്പറെ കൊണ്ട് മാത്രം നമുക്ക് സാധിക്കില്ല. എൻ്റെ ഈ ഗ്രാമവാസികൾ ഉൾപ്പെടെയുള്ളവർ, സജീവിൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ മനസ്സിൻ്റെ ഏറ്റവും ഒരു സഹായം കൊണ്ട് കൂടി തന്നെയാണ് എനിക്ക് തിരുപ്പിറവിയുടെ വിളംബരവുമായി നിരവധി വീടുകൾ സന്ദർശിച്ചു. സജീവന്റെ വീടിനകത്ത് ക്രിസ്മസ് ട്രീയും പുറത്ത് നിരവധി നക്ഷത്രങ്ങളും മറ്റലങ്കാരങ്ങളും ഒരുക്കിയിരുന്നു. വീടിന്റെ ഏറ്റവും മുകളിലായി 10 അടി ഉയരത്തിൽ സ്റ്റീലിൽ തയ്യാറാക്കിയ വലിയ നക്ഷത്രവും സ്ഥാപിച്ചിരുന്നു. മനോഹരമായ തയ്യാറാക്കിയ പുൽക്കൂട്ടിൽ 24-ാം തീയതി രാത്രി 12 മണിക്ക് ആവിഷ്കരിച്ച ഉണ്ണിയേശോയുടെ തിരുപ്പിറവി ഭക്തിസാന്ദ്രമായി. കരിമരുന്നിന്റെ വർണ്ണവിസ്മയമുണ്ടായിരുന്നു. കഴിഞ്ഞ റംസാൻ മാസത്തിൽ സജീവൻ 1000-ഓളം പേരെ പങ്കെടുപ്പിച്ച് നടത്തിയ സമൂഹ നോമ്പ് തുറയും ഏറെ ശ്രദ്ധേയമായിരുന്നു. മാനടിയിൽ സജീവൻ, ഭാര്യ സുമന സജീവൻ, മക്കളായ ഡോക്ടർ ഐശ്വര്യ സജീവൻ, ആദിത് സജീവൻ എന്നിവരെ കൂടാതെ KK അബ്ദുള്ള, ദിനിൽ തത്തപ്പിള്ളി, MA പ്രദീപ്, നടേശൻ, ബിന്നി, ദാസൻ, രതീഷ്, ബിജു ചുള്ളിക്കാട്, ബിജു മാങ്കുഴി, ജയൻ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പറവൂർ.